കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്നതിനിടെ ക്ലിഫ് ഹൌസ് ഒഴിഞ്ഞ് പിണറായി വിജയൻ. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ വത്സല നഴ്സിംഗ് ഹോമിന് സമീപത്തെ വാടക വീട്ടിലേക്കാണ് താമസം മാറിയത്. ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞ് പിണറായി ഇങ്ങോട്ടാണ് എത്തിയത്. ഇന്നലെ തന്നെ ക്ലിഫ് ഹൌസിലെ വീട്ടു സാധനങ്ങളും ഇങ്ങോട്ട് മാറ്റിയിരുന്നു. വി അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പിണറായി വിജയന്റെ പുതിയ വാടക വസതിയാണത്. 10 വർഷം അദ്ദേഹം ക്ലിഫ് ഹൌസിലായിരുന്നു മുഖ്യമന്ത്രി നിലയിൽ താമസിച്ചത്. അതിനുശേഷം അദ്ദേഹം ഇവിടേക്ക് മാറുകയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വരുമെന്ന അഭ്യൂഹങ്ങളുണ്ട്, ചർച്ചകളുണ്ട്. അതിന് ഒരുപക്ഷെ അതുവരെയാകാം അദ്ദേഹം ഇവിടെ താമസിക്കുക. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം ദീർഘനാൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, 18 വർഷത്തോളം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ AKG സെന്ററിന് എതിർവശത്തുള്ള സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾക്കുള്ള ഫ്ളാറ്റിലാണ് 17 വർഷം താമസിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി നിലയിൽ ക്ലിഫ് ഹൌസിലേക്ക് മാറുന്നത്. ഇവിടെ അദ്ദേഹം ഈ വാടക വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ഡൽഹിയിൽ നിന്ന് തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളുണ്ടായിരുന്നു. മുൻമന്ത്രി V ശിവൻകുട്ടി, CPM-ന്റെ ജില്ലയിലെ പ്രധാന നേതാക്കളൊക്കെ ഇവിടെ അദ്ദേഹത്തിന്റെ ഒപ്പം ഈ പുതിയ വീട്ടിലേക്ക് വരികയും ചെയ്തു. അതിന്റെ സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. നമുക്കറിയാം, പിണറായി വിജയൻ ദീർഘനാൾ തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹം ഇവിടെ സ്വന്തമായി ഇതുവരെയും അദ്ദേഹത്തിന് വീടില്ല. പകരം അദ്ദേഹം പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ മുതൽ AKG സെന്ററിലാണ് താമസിച്ചിരുന്നത്. AKG സെന്ററിന് എതിർവശത്തുള്ള സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾക്കുള്ള ഫ്ളാറ്റിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിന്നീട് ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ ശേഷം അദ്ദേഹം കാവൽ മുഖ്യമന്ത്രി തുടരുമ്പോഴും ഔദ്യോഗിക വാഹനമടക്കം ഒഴിവാക്കിയാണ് സഞ്ചരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഇന്ന് ഡൽഹിയിൽ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ അത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു. നാളെ CPM-ന്റെ ചൊവ്വാഴ്ച CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗമുണ്ട്. അടുത്ത 2 ദിവസം സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. ആ യോഗങ്ങളിൽ ഒരുപക്ഷെ ആരാകും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും, ധാരണയുണ്ടാകും. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവുകയാണ്. അദ്ദേഹം കന്റോൺമെന്റ് ഹൌസിലേക്ക്, ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലേക്ക് താമസം മാറും. അതുവരെയാകും അദ്ദേഹം ഇവിടെ തുടരുക. ഏതായാലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഈ വീട്ടിലാകും താമസിക്കുക എന്ന് നമുക്കറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിന് പിൻവശത്തുള്ള പാരീസ് റോഡിലാണ് പിണറായിയുടെ പുതിയ വസതി. ഏതായാലും ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ നേരെ ഇവിടേക്കാണ് എത്തിച്ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.